ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ ചൈനയുടെ ഒരു നിഗൂഢമായിട്ടുള്ള പടക്കപ്പൽ എത്തിയോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം ഈ ചോദ്യം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, ചൈനയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയിലേക്ക് ഒരു ചൈനീസ് പടക്കപ്പൽ, ഒരു ചാരക്കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്ന പല ചിത്രങ്ങളും കണ്ടിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരുടെ പുരികം ഉയർന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവർ ആലോചിക്കുന്നത്. ഈ ചിത്രങ്ങൾ ടൈപ്പ് 052BE എന്ന് വിളിക്കപ്പെടുന്ന ആകർഷകവും ആധുനികവുമായിട്ടുള്ള ഒരു യുദ്ധക്കപ്പലിനെയാണ് കാണിക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാന് വേണ്ടി ചൈന ഈ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇതിനു പുറമെ ചിത്രങ്ങളിൽ ഇന്ത്യ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ചൈന ഇന്ത്യക്കൊരു സന്ദേശം നൽകുകയും ഇന്ത്യ മഹാസമുദ്രത്തിൽ ഒരു പുതിയ മത്സരം ആരംഭിച്ചതായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി വിശദമായിട്ടുള്ള ഈ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ന്യൂഡൽഹിയുടെ നാവിക സാന്നിധ്യം വളരെയധികം ശക്തിപ്പെടുത്തി ഇന്ത്യയുടെ നൂതന P-17A ഫ്രിഗേറ്ററിലുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ഈ യുദ്ധക്കപ്പൽ എന്നാണ് ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളിലൂടെ അവകാശപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഈ യുദ്ധക്കപ്പൽ എത്തി എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഇത് വരുന്നത്? ഇത് പാകിസ്ഥാന് വേണ്ടിയാണ് ഈ യുദ്ധക്കപ്പൽ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവരുടെ ഉത്തരവെന്ന് പറയുന്നത്. ഇതിലാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ ജാഗ്രത പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ധാരാളം ചർച്ചകൾ നടന്നിട്ടും ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ചൈനീസ് സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്തോരം കാര്യങ്ങളാണ് വരുന്നത്, ഇതൊക്കെ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പലപ്പോഴും ചൈനയിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചാരണത്തിലുള്ള കാര്യങ്ങളാണ് റിയാലിറ്റി ആകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊറോണ വൈറസും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. കൊറോണ ആദ്യം കണ്ടുപിടിച്ച ഡോക്ടർ അത് ലോകത്തോട് വിളിച്ചു പറയാൻ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിച്ചത്. ആ സമയം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തടവിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവകരമായിട്ടാണ് നമ്മുടെ പ്രതിരോധ വിദഗ്ധർ എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ശരിക്കും ഇത് ചൈനയുടെ ഒരു പദ്ധതിയാണോ അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണോ എന്നുള്ളതാണ് നാവിക വിദഗ്ധർ, അതായത് ചൈനയുടെ തന്നെ ഒരു ഗെയിമാണോ, ഇന്ത്യക്ക് നേരെയുള്ള ഒരു ഗെയിമാണോ എന്നാണ് നാവിക വിദഗ്ധർ ആശ്ചര്യപ്പെടുന്നത്. കാരണം ചൈന അത്തരം ഗെയിമുകൾ കളിക്കുന്നതിൽ സമർത്ഥരാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ യുദ്ധക്കപ്പൽ യഥാർത്ഥമാണെങ്കിൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു പുതിയ മത്സരത്തിനുള്ള വാതിലാണ് തുറന്നിടുന്നത്. ഇത് ഇന്ത്യക്കും ആഗോള വ്യാപാര പാതയ്ക്കും വളരെ പ്രധാനമാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ചൈന കഠിനമായി പരിശ്രമിച്ചു വരികയാണ്. നമുക്കറിയാം, ശ്രീലങ്കയിലേക്ക് ചൈനയുടെ ഒരു ചാരക്കപ്പൽ എത്തിയത് ഈ അടുത്തിടയ്ക്കാണ്. ചൈന ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തിൽ ആ ചാരക്കപ്പൽ അടുപ്പിച്ചപ്പോൾ ചൈന പ്രധാനമായും പറഞ്ഞിരുന്നത്, ഞങ്ങൾ അവിടെ വെറുതെ വന്നതാണ്, മറ്റൊരു ദുരുദ്ദേശവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ചാരക്കപ്പലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ചാരക്കപ്പലിൻ്റെ റഡാറിലുള്ള സകല ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇത് മനസ്സിലാക്കിയെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. പ്രധാനമായും ശ്രീലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖത്തിൽ വരുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വളരെ അടുത്താണ് കന്യാകുമാരി എന്ന് പറയുന്നത്. കന്യാകുമാരിയിൽ നിന്ന് വളരെ അടുത്താണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് വലിയൊരു നിധിശേഖരം ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ആ സമയത്ത് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ, നമ്മുടെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് തടഞ്ഞത് ISROയുടെ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ്. ആ സ്പൈ കപ്പലിനെ നമ്മൾ തടഞ്ഞത്. സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണോ ഉടലെടുത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ചൈന സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആ ചൈനയെ തുരത്താൻ ഇന്ത്യക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ത്യക്ക് പലതും ചെയ്യാൻ സാധിക്കും, ഇന്ത്യ അത് ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.